ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നി ല അതബറകു ബി അബീ ഹനീഫത വഅജീഉ ഇലാ ഖബരിഹി ഫീ കുല്ലി യൗമിൻ വഇദാ അറൽതു ലി ഹാജതൻ സ്വല്ലൈതു റകഅതൈനി. എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അബൂ ഹനീഫ ഇമാമിന്റെ കാനെ കൊണ്ട് ഞാൻ ബറക്കത്തെടുക്കും, അവിടുത്തെ ഖബറിലേക്ക് ഞാൻ പോകും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പറയാണ് സ്വല്ലൈതു റകഅതൈനി വജിഅതു ഇലാ ഖബരിഹി. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാമിന്റെ ഖബറിലേക്ക് പോയിട്ട് എന്നിട്ട് വസഅൽതുല്ലാഹൽ ഹാജത ഇൻദഹു ഫമാ തബഅദു അന്നി ഹത്താ തുഖ്ളാ. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാമിന്റെ ഖബറിൽ ചെന്ന് ചോദിച്ചാൽ എനിക്ക് എന്ത് പ്രശ്നമാണെങ്കിലും അത് ഇല്ല. പറഞ്ഞുതരാം. അവിടെ പറ്റി. ഫഇദാ അറൽതു ലി അറളത് ലി ഹാജത്തുൻ. ഫഇദാ അറളത് ലി ഹാജത്തുൻ. ഫഇദാ അറളത് ലി ഹാജത്തുൻ. അങ്ങനെ തന്നെയാണ്. ഫഇദാ അറളത് ലി ഹാജത്തുൻ. ഹാജത്താണ് ഫായിൽ. ഓക്കേ ഓക്കേ. ഫഇദാ അറളത് ലി ഹാജത്തുൻ. എനിക്ക് ആവശ്യം എന്ത് ചെയ്താലും ഉണ്ടായാൽ പോരെ, എനിക്ക് ആവശ്യം ഉണ്ടായാൽ ബാക്കി സ്വല്ലൈതു റകഅതൈനി വജിഅതു ഇലാ ഖബരിഹി. ശരി, പിന്നെ ബാക്കി വസഅൽതുല്ലാഹൽ ഹാജത ഇൻദഹു. അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നു. അവരെ മുൻനിർത്തി അതോട് കിട്ടി. വജിഅതു ഇലാ ഖബരിഹി. അവിടെ കാണാൻ പോവുക, മുൻനിർത്തിയ അവിടെ കാണാൻ പോവുക, സിയാറത്തിന് പോവുക. അല്ല, ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാമിന്റെ അപ്പൊ അതിന് മുന്നേ പറഞ്ഞ ഇന്നീല അതബറകു ബി അബീ ഹനീഫത. അപ്പൊ അതോ ആയിക്കോട്ടെ, അത് കാണാൻ പോയതാ. ഇത് പറയും അതാ പറയുന്നേ വസഅൽതുല്ലാഹൽ ഹാജത ഇൻദഹു. അവിടെ വെച്ച് ഞാൻ അല്ലാഹുവോട് ദുആ ചെയ്യും. അല്ലാഹുവോട് ദുആ ചെയ്യുന്നു. എവിടെ വെച്ച്? എവിടെ വെച്ച്? ഇൻദഹു. ആ ഖബറിൽ വെച്ചിട്ട്, ഖബറിൽ വെച്ച് അല്ലാഹുവോട്. അതെന്തിനാ പോണേ? അതായത് അപ്പഞ്ഞ് മമ്പുറത്ത് പോയാൽ അള്ളാഹോട് പ്രാർത്ഥിച്ചാൽ മതിയല്ലേ കിട്ടിയത്? അതല്ലേ കിട്ടിയത്? അത്രപ്പേ ഉള്ളൂ. അവിടെ ഏറി വന്ന് അവിടെ പോകാം. എന്തിനു സിയാറത്തിന്? എന്നിട്ട് എന്ത് ചെയ്യാം? അവിടെ പോയിട്ട് അള്ളാഹോട് പ്രാർത്ഥിക്കണം. ഇത് ഇത്രയും നേരം മുഖാമുഖം നടത്തിയത് ഇത് സ്ഥാപിക്കാനാണ്, ഈ ആശയം സ്ഥാപിക്കാനാണ് ഈ മുഖാമുഖം. അൽഹംദുലില്ലാഹ്. അപ്പൊ നിങ്ങളെന്താണ് ഈ അതബറ കണ്ടപ്പോഴേക്ക് വിചാരിച്ചത് കിട്ടിപ്പോയി? ഇനി അതേ പറ്റുള്ളൂ, ഇനി അതേ പറ്റുള്ളൂ. ഇനി അതാ ഏറ്റവും നല്ല പണി. ഇനി ഒച്ചപ്പാടുണ്ടാക്കുക, കാരണം വേറെ നിവൃത്തില്ലല്ലോ, മൂലയെ കുടുങ്ങിയല്ലോ. അപ്പൊ മുസ്ലിയാർ ഇനി നിങ്ങൾ നല്ല ആത്മാർത്ഥമായിട്ട് പറയാം. നമ്മൾ സമയതരം കഴിഞ്ഞല്ലോ. നിങ്ങൾ ഇരിക്കുക അല്ലെങ്കിൽ ഇരിക്കുക. ഇപ്പൊ ഇമാം ഷാഫി പറഞ്ഞെന്താണ്? നിങ്ങൾ പോകല്ലേ, നിങ്ങൾ ഇരിക്കുക. നിങ്ങൾ ചെറിയ പ്രതീക്ഷകളെ പറ്റി ഉണ്ട് നമുക്ക്. നിങ്ങളെ കാലത്ത് ചെറിയ പ്രതീക്ഷ ഉണ്ട്. ഓരോ ഒച്ചപ്പാണ്ടേക്ക് ബേജാറാകണ്ട. കൊടുന്നോലിപ്പോ ഓരോ നിങ്ങൾ കൊടുക്കുമ്പോൾ ഓലിക്ക് എടുക്കാറുണ്ടാവില്ല. അപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അത് നിങ്ങൾ വിഷയാക്കണ്ട. നിങ്ങൾ അല്ലാഹെ മുന്നിൽ വിചാരിച്ചോളിരിക്കും. ഇമാം ഷാഫി പറയണ കുഴപ്പമായിക്കോട്ടെ, ഞാൻ വേറാക്കണ്ട. ഇൻഷാ അല്ലാഹ് ആ പോക്ക് തിരിച്ച് ഇങ്ങോട്ടുള്ള വരവായി മാറും. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇമാം ഷാഫി ഞാൻ അള്ളാഹിനോട് ചോദിക്കും ഇൻദഹു, അവിടെ വെച്ച്. അതന്നെ ശരി, വളരെ ക്ലിയർ ആണ്. അപ്പൊ അവിടെ പോയാൽ അവരോടല്ല തേടേണ്ടത്. അപ്പൊ അല്ലെങ്കിൽ മുഖാമുഖം നല്ല സമാപനായി. മുസ്ലിയാര് തന്നെ ഷാഫി ഇമാമിന് തെളിവേറ്റ് വന്നിട്ട് പറഞ്ഞു, ഇനി പ്രാർത്ഥിക്കേണ്ടത് പഠിച്ചവനോടാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞപ്പോ എന്താണ്? ഓലാരും ഇസ്തിഗാസ പഠിപ്പിച്ചിട്ടില്ല, ഓലാരും അങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടില്ല, ഓലൊക്കെ അപ്പം റബ്ബിനോട് തേടാനാണ്. അപ്പൊ അതാണ് ഇപ്പൊ ഉണ്ടായത്. ഇമാം അബൂ ഹനീഫയുടെ ഖബറിൽ ഞാൻ എല്ലാ ദിവസവും ഞാൻ എല്ലാ ദിവസവും ഞാൻ സിയാറത്തിന് വേണ്ടി അവിടെ പോകാറുണ്ട്. ശരിയാണ്. ഇമാം ഷാഫിക്ക് എന്താണ്? ഉസ്താദിന്റെ ഉസ്താദാണ് അബൂ ഹനീഫ. ഇമാം ഷാഫിന്റെ ഉസ്താദാണ് ഇമാം മാലിക്. ഇമാം മാലിക്കിന്റെ ഉസ്താദാണ് ഇമാം അബൂ ഹനീഫ. മാത്രമല്ല ഇമാം അബൂ ഹനീഫ മരിച്ച അന്നാണ് ഇമാം ഷാഫി ജനിച്ചത്. അപ്പൊ അതുകൊണ്ട് ഞാൻ അവിടെ ബഗ്ദാദിലേക്ക് വന്നപ്പോൾ എന്നല്ല, ഇമാം ഷാഫി കുറച്ചു കാലം ബഗ്ദാദിൽ താമസിച്ചു. ആ ടൈമിൽ ബഗ്ദാദിൽ അബൂ ഹനീഫ എന്റെ ഖബറുണ്ട്. അപ്പൊ ഞാൻ അവിടെ എല്ലാ ദിവസവും സിയാറത്തിന് വേണ്ടി പോകും. എനിക്ക് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഉളൂ ചെയ്ത് 2 റക്അത്ത് നിസ്കരിക്കും. അവിടെ പോയി ഞാൻ റബ്ബിനോട് ദുആ ചെയ്യും എന്നാണ്. അപ്പൊ ഉസ്താദിനടുത്ത് പോയിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു. നല്ല മാതൃകയാണ്. ആ മാതൃക എല്ലാവരും സ്വീകരിച്ചാൽ ഈ പ്രശ്നങ്ങളൊക്കെ അവിടെ അവസാനിക്കുകയും ചെയ്യും. 1 2 അങ്ങനത്തെ കഥയില്ല. അത് വേറെ കാര്യം. ഇമാം ഷാഫിന്റെ കിതാബിലോ ഷാഫി ഇമാമിന്റെ ശിഷ്യന്മാരുടെ കിതാബിലോ അങ്ങനത്തെ കഥയെപ്പറ്റി പരാമർശമേ ഇല്ല. ഇമാം ഷാഫിന്റെ കാലം കഴിഞ്ഞ് ഏകദേശം 700 കൊല്ലം കഴിഞ്ഞിട്ട്, ഇമാം ഷാഫി മരിച്ചത് ഹിജ്റ 204 അതിനുശേഷം 700 കൊല്ലം കഴിഞ്ഞ് 909 ജനിച്ച ഇബ്നു ഹജർ ഹൈതമിയാണ് ഈ കഥ പറഞ്ഞത്. ഇമാം ഷാഫിന്റെ കാലം കഴിഞ്ഞ് 700 കൊല്ലം, 204 ഇമാം ഷാഫി മരിച്ചു.
909 ജനിച്ച ഇബ്നു ഹജർ ഹൈതമി, അദ്ദേഹം ഇസ്തിഗാസ സ്ഥാപിച്ച ആളാണ്, അതിന് തെളിവുണ്ടാക്കിയ ആളാണ്, അതിനുവേണ്ടി കിതാബ് എഴുതിയ ആളാണ്. ആ ഹൈതമിയാണ് ഈ കഥ മൂപ്പര കിതാബിൽ പറഞ്ഞത്. അപ്പൊ ഹൈതമി മുതൽ ഇമാം ഷാഫി വരെ 700 കൊല്ലമുണ്ട്. എന്തായാലും സനദ് മുടിക്ക് മാത്രമല്ല ഇതിനും വേണ്ട, എല്ലാത്തിനും സനദ് വേണ്ടല്ലോ. അതുകൊണ്ട് ഇമാം ഷാഫി ആരോട് പറഞ്ഞു? ഇമാം ഷാഫി അത് കേട്ടത് ആരാണ്? ഇമാം ഷാഫിയുടെ കിതാബിൽ അതുണ്ടോ? ശിഷ്യന്മാരുടെ കിതാബിലുണ്ടോ? ഇമാം ഷാഫിയിൽ നിന്ന് വല്ല സനദുമുണ്ടോ? ആ വക ഒന്നുമില്ല. അതുകൊണ്ട് മുസ്ലിയാർ നമുക്ക് ചർച്ചയ്ക്ക് ഇരിക്കണം മുമ്പ് നിങ്ങൾ ഇതിന്റെ സനദ് ഒന്ന് അന്വേഷിക്കും. അത് അവിടെ പോയി ചോദിക്കും, മൂലം നമ്മൾ ഉസ്താദ് എങ്ങനെയാണോ പറഞ്ഞത് അതിന് വല്ല സനദുണ്ടോ ചോദിക്കും. അപ്പൊ ഇല്ലാന്ന് ബോധ്യപ്പെടുമ്പോൾ നിങ്ങൾ പറയും നമുക്ക് ചർച്ച വേണ്ട, ഞാനോണ്ട് വരാന്ന് പറയും. അപ്പൊ അതിനകത്ത് കഥനില്ല, അത് വെറുതെ ഇമാം ഷാഫിന്റെ പേരിൽ വ്യാജമായി പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടതാണ്. അതിൽ പോലുമുള്ള എന്താണ് സഅൽതുല്ലാഹ ഇൻദഹു എന്നാണുള്ളത്.